ഇനി ഇപ്പോൾ പാടിയ പാട്ടിൻ്റെ റിസൾട്ട് അത് മാത്രം ഷാൻ പറയും. ഷാൻ സർ, ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഈ ലാസ്റ്റ് 1 സോങ്ങിൻ്റെ മാർക്സാണ്. അത് ഔട്ട് ഓഫ് 100 ആണ്. ഔട്ട് ഓഫ് 100 എന്ന് പറയുന്നത് ഓരോരുത്തർ ഔട്ട് ഓഫ് 100 അല്ല, ടോട്ടൽ ഔട്ട് ഓഫ് 100 4 പേരും കൂടെ കൂടിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്ന മാർക്കാണ്. മനീഷയ്ക്ക് ഈ ഒരു ഡേഞ്ചർ സോണിലുള്ള പെർഫോമൻസിന് കിട്ടിയത് 70 ഔട്ട് ഓഫ് 100. മിസ്ജാദിന് ഈ ഡേഞ്ചർ സോണിലുള്ള പെർഫോമൻസിന് കിട്ടിയ മാർക്സ് 75 ഔട്ട് ഓഫ് 100. 75 മാർക്ക് അല്ലേ? ഓക്കെ. പിന്നെ പെർഫോം ചെയ്തത് അഫ്നാസ്. ഈ ഒരു റൗണ്ടിൽ അഫ്നാസ് സ്കോർ ചെയ്തത് 80 ഔട്ട് ഓഫ് 100. 100-ൽ 80 മാർക്ക്. പിന്നെ പെർഫോം ചെയ്തത് ജയകൃഷ്ണൻ സ്കോർ ചെയ്തിരിക്കുന്നത് 75 ഔട്ട് ഓഫ് 100. മിസ്ജാദിന്റെ സെയിം മാർക്കാണ് അല്ലേ? 75 100-ൽ. ഓക്കെ. ലാസ്റ്റ് പെർഫോമൻസ് സൽമാൻ്റെതായിരുന്നു, സൽമാൻ അൽ ഫാരിസ്. സൽമാൻ സ്കോർ ചെയ്തത് 70 ഈ ഡേഞ്ചർ സോണിലുള്ള ഫൈനൽ പെർഫോമൻസിൽ 70 ഔട്ട് ഓഫ് 100. 100-ൽ 70 മാർക്ക് അല്ലേ? അപ്പോൾ ഇതിൽ 2 ടൈ ഉണ്ട്. ഈ ഡേഞ്ചർ സോൺ മാർക്സിൽ 2 ടൈ ഉണ്ട്. അഫ്നാസ് ആണ് 80 കൊണ്ട് ലീഡ് ചെയ്യുന്നത് ഈ ഒരു റൗണ്ടിൽ. ജയകൃഷ്ണൻ ആൻഡ് മിസ്ജാദ് 2 പേർക്കും 75 മാർക്സ്. പിന്നെ മനീഷ, സൽമാൻ, നിങ്ങൾക്ക് 2 പേർക്കും 70 ആണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ 2 ടൈ ഉണ്ട് ഈ ഒരു റൗണ്ടിൽ. നമുക്കിനി ടോട്ടൽ മാർക്സ് ആണ് അറിയാനുള്ളത്. നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ മനസ്സിലും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലും ആരായിരിക്കും ഇന്നാവുക, ആരായിരിക്കും ഔട്ടാവുക അതറിയണമെങ്കിൽ സെക്കൻഡ് ഷെഡ്യൂളിലെ ടോട്ടൽ മാർക്കും അതുപോലെ തന്നെ ഈ പെർഫോമൻസിൻ്റെ ടോട്ടൽ മാർക്കും കൂടി ആഡ് ചെയ്താൽ അല്ലേ രേണു ചേച്ചി? 2 മാർക്കും കൂടി കൂട്ടിയപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് അഫ്നാസ് ആണ്. 166 മാർക്ക്. ഓക്കെ. ഇപ്പോൾ കിട്ടിയ മാർക്ക് 80. ടോട്ടൽ 246 മാർക്ക്. അഫ്നാസ് സേഫാണ്. കൺഗ്രാറ്റ്സ് അഫ്നാസ്. എന്തായാലും നല്ലോണം പാടാൻ പറ്റി, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, അങ്ങനെ സേഫ് സോണിലായി അല്ലേ? അപ്പം നമുക്കിനി 3rd സ്റ്റേജിൽ കണ്ടുമുട്ടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ മോനെ. ഇനി അടുത്ത റിസൾട്ട് അറിയാൻ നമുക്ക് ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം. സർ, അടുത്തത് ഇനി സേഫ് ആവുന്ന ആളെയാണ് നമുക്കറിയാം. പറയാൻ പോണത്. ഇതിൽ സേഫ് ആവുന്നത് 166 മാർക്ക് ആദ്യത്തെ റൗണ്ടിൽ കിട്ടിയ ഒരാളാണ്. അത് ജയകൃഷ്ണൻ 166 മാർക്ക് ആദ്യത്തെ റൗണ്ടിൽ കിട്ടിയ ആളാണ്. ഈ റൗണ്ടിലെ നമ്മുടെ ഡേഞ്ചർ സോണിൽ പാടിയ മാർക്ക് നേരത്തെ ഷാൻ പറഞ്ഞല്ലോ, അത് ജയകൃഷ്ണൻ്റെ മാർക്ക് 75. അപ്പം 166-ഉം 75-ഉം 241 241 241 മാർക്കാണ് ജയകൃഷ്ണൻ കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ജയകൃഷ്ണൻ സേഫാണ്. താങ്ക് യു സർ. കൺഗ്രാറ്റ്സ് ജയകൃഷ്ണൻ. സന്തോഷമായോ? ഒരു കാര്യത്തിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. എനിക്ക് ഇവിടെ വന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയൊരു സോങ് ഉണ്ട്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം എൻ്റെ ഫസ്റ്റ് സോങ് ആയിരുന്നു. അതെനിക്ക് സെലക്ട് ചെയ്ത് തന്നത് നമ്മുടെ സാബുവാണ്. അവനെ എനിക്ക് വിട്ടുപിരിഞ്ഞ് പോകേണ്ടതിൽ എനിക്ക് വളരെയധികം. ജയകൃഷ്ണ, ആരാരെയാ വിട്ടുപോകുന്നേ? ജയകൃഷ്ണ,
ജയകൃഷ്ണൻ വിട്ടുപോകുന്നതാണോ അതോ മിസ്ജാദ് വിട്ടുപോകുന്നതാണോ? ഇതുവരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അല്ല, ഇപ്പം ഞങ്ങൾ നിങ്ങളെ പിരിക്കാൻ പോവാണോ? അല്ല, ജയകൃഷ്ണൻ സേഫാണ് എന്നാണ് മാഷ് പറഞ്ഞത്. അത് മനസ്സിലായോ? സേഫാണ്, പോകുന്നില്ല, ഇവിടെ ഉണ്ട്, ജയകൃഷ്ണൻ അടുത്ത ഇന്നാണ്. കോമ്പറ്റീഷനിലുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ സാബു ഉണ്ടാവില്ല എന്ന്. അതേതാ? അല്ല ജയകൃഷ്ണൻ, അത് ഞാൻ എഴുന്നേക്കാം, ജയകൃഷ്ണൻ ഇവിടെ വന്നിരിക്കും. അങ്ങനെ ഇത് ആരും പോകുന്ന കാര്യമൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. ആര് പോകുന്നൊന്നും ആരും പറയാറായിട്ടില്ല ഇതുവരെ. അപ്പൊ ജയകൃഷ്ണ, ഇനി നമ്മൾ കണ്ടുമുട്ടാൻ പോണത് 3rd സ്റ്റേജിലാണ്. അപ്പോൾ ഇങ്ങനെ ഡേഞ്ചർ സോണിലൊന്നും വന്ന് നിൽക്കാണ്ട് ടെൻഷനൊക്കെ മാറ്റി വെച്ച് എന്താണ് നമ്മുടെ ജഡ്ജസ് പറയുന്നതെന്ന് വ്യക്തമായിട്ട് കേട്ട് കണ്ട് ഇപ്പം തന്നെ നോക്കിയാൽ ഇന്നാണോ ഔട്ടാണോ ഒന്നും മനസ്സിലായില്ല ജയകൃഷ്ണന്. ഈ ലോകത്തൊന്നും അല്ലേ. അപ്പം ഇനി എന്താ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് സാബുവിനോടാണ്. ഇത് ഇവിടെ വന്ന മുതലേ എനിക്കോരോ പ്ലാനും, അതായത് ഒരു പാട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് സാബുവാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനൊരു കടപ്പാടുണ്ടായിരുന്നു ഇതുവരെ. അപ്പോൾ അത് പറഞ്ഞു. പിന്നെ അറിയാതെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ. അപ്പോൾ സാബു അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയായിരുന്നു ജയകൃഷ്ണ അല്ലേ? ഓക്കെ, അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത്. ഓക്കെ ജയകൃഷ്ണ, അപ്പോൾ നമുക്ക് 3rd സ്റ്റേജിൽ കാണാം. ഡേഞ്ചർ സോണിൽ ഇനി വന്ന് നിൽക്കാതെ നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്കപ്പോൾ നമ്മുടെ ഡേഞ്ചർ സോണിലെ 5 പേരിൽ 2 പേര് ഇന്നായി കഴിഞ്ഞു. ഇനി നമുക്കറിയാനുള്ളത് ഇതിലാരാണ് ഇനി ഇൻ, ആരാണ് ഔട്ട്. നമുക്ക് ചോദിച്ചു നോക്കാം സർ. ഈ ഒരു സ്റ്റേജിൽ അടുത്തതായിട്ട് സേഫ് ആവാൻ പോകുന്നത് മിസ്ജാദ്. മിസ്ജാദിന് ടോട്ടൽ നേരത്തെ കിട്ടിയ മാർക്സ് 162 പ്ലസ് ഡേഞ്ചർ സോണിൽ കിട്ടിയ മാർക്സ് 75. 162ഉം 75ഉം ടോട്ടൽ കിട്ടിയത് 237 to 37. So Miss-Jad, congrats, you are safe. Thank you, sir. ഈ ലാസ്റ്റ് പെർഫോമൻസിൽ നല്ലോണം ചെയ്യാൻ പറ്റി. മിസ്ജാദിനെ ഈ ഡേഞ്ചർ സോണിന്റെ പരിസരത്ത് കണ്ടുപോകും. ഒരിക്കലുമില്ല സാർ. മിസ്ജാദിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിലേക്ക് മടങ്ങാം. താങ്ക് യു സാർ. ജയകൃഷ്ണൻ്റെ അടുത്തേക്ക് പോവാം. 3rd സ്റ്റേജിൽ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ് മിസ്ജാദ്. താങ്ക് യു. 5 പേരിൽ ജയകൃഷ്ണനും മിസ്ജാദ്, സാബു, അഫ്നാസ് 3 പേരും സേഫ് സോണിലാണ്. 14ാം രാവിലെ ഇനി നമുക്ക് അവരെ കണ്ടുമുട്ടാം. ഇനി എൻ്റെ അടുത്തുള്ളത് മനീഷയും സൽമാനാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം, ആരാണ് സൽമാൻ, മനീഷ ഇന്നാണോ ഔട്ടാണോ? ചോദിക്കാം. രേന ചേച്ചി. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും വിഷമത്തിലാണ്. 2 പേരും പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് സങ്കടമുണ്ട് 2 പേരുടെ മുഖത്തും. അതിലേറെ വിഷമം ഞങ്ങൾക്കും ഉണ്ട്. മോളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ മോളെ മനസ്സിലാക്കിയതാണ്. മോൾ ഒരുപാട് നല്ല ബോൾഡാണ് മോളെ. ഇതൊരിക്കലും മോളത് കളയരുത് മോളെ കേട്ടോ. എനിക്ക് ആ ഇതിൽ നിന്ന് ഔട്ടായാലും എനിക്ക് ഈ ഒരു സ്റ്റേജ് എനിക്ക് കിട്ടിയെന്ന് മോൾ പറഞ്ഞല്ലോ. അത് മോളെ നോക്കിക്കോ. ഞാൻ രേനത്തെയാണ് പറയണത്. മോള് വേറെ എവിടെയെങ്കിലും നമുക്കായിട്ടത് ഉണ്ടാവും, ഒരു വേദി നമുക്ക് തുറക്കും. കാരണം അത്രയ്ക്കും ബോൾഡാണ് മോള്. സൽമാൻ, എനിക്ക് മനസ്സിലായി ആ ഒരു വിഷമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഔട്ട് പറയാൻ ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ ഇന്ന് പറഞ്ഞോട്ടെ, ഒരാളെയും കൂടി നമുക്ക് ഇതിൽ നിന്ന് വേണം. പറയട്ടെ ഞാൻ? ഷാൻ മാഷെ, ഒരാളെയും കൂടി നമുക്ക് ഇതിൽ നിന്ന് വേണം. പറയട്ടെ ഞാൻ? ഷാൻ മാഷെ. സൽമാനാണ് ഇന്നായിരിക്കുന്നത്. സൽമാൻ, കൺഗ്രാറ്റ്സ്. സൽമാന് നേരത്തെ എലിമിനേഷൻ അപ്പോഴുള്ള മാർക്ക് 166. ഇപ്പം ഇതിൽ കിട്ടിയിരിക്കുന്നത് 70.
ടോട്ടൽ മാർക്ക് 236. മനീഷക്കുട്ടി എന്ത് പറയണു? പറഞ്ഞോളൂ. സങ്കടമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ടൈം അതാണ് വിചാരിച്ചിട്ടുള്ളത്. വേണ്ട, ആ ചിരിയിൽ നിന്ന് മനസ്സിലാവും. ഇത് മതി, ഈ ഫേസ് മതി. എൻ്റെ ഫസ്റ്റ് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഇവിടെയും പറയുകയാണ്. ഞാൻ മനീഷയുടെ വോയിസിൻ്റെ ഒരു ഫാനാണ്. താങ്ക് യു സർ. ഇവിടെ പാടിയ ഒരുപാട് കണ്ടസ്റ്റൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലേ ബാക്കിന് പറ്റിയ വോയിസാണ്, സിനിമയിലേക്ക് വരണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ മുമ്പ് ഞാൻ സിനിമയിൽ പാടാൻ ഒരവസരം കൊടുത്ത കുട്ടിയാണിത്. പക്ഷെ അന്ന് മനീഷയ്ക്ക് എക്സാം ഉള്ളതുകൊണ്ട് മനീഷയ്ക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ആ ഒരു ഓഫർ ഓപ്പണാണ്. മനീഷ ഡെഫിനറ്റ്ലി എനിക്ക് വേണ്ടി ഒരു സിനിമയിൽ പാടിയിരിക്കും കാര്യത്തിൽ. കാരണം എനിക്ക് നമ്മൾ ഇപ്പം എനിക്ക് പരിചയമുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ കാണുന്ന ഒരാളാണ് ദീപക് ദേവ്. നമ്മൾ എപ്പോഴും നോക്കുന്നത് സൗണ്ട്സിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ദീപക് ഏട്ടൻ മനീഷയുടെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ്. അപ്പം മനീഷ ഒരിക്കലും ഈ ഒരു എലിമിനേഷൻ എന്ന് പറയുന്നത് പാട്ടിൻ്റെ എലിമിനേഷനോ അല്ലെങ്കിൽ ഇതോടെ എല്ലാം തീർന്നു എന്നോ അങ്ങനെയൊന്നുമല്ല. അത് മനീഷയ്ക്ക് തന്നെ അറിയാം. ഇനിയും അങ്ങോട്ട് കിടക്കുകയാണ് ജീവിതം. അപ്പം ഇനിയും ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ഫൈസൽ സർ. ഷാൻ പറഞ്ഞതുപോലെ ഇതൊരു അവസാനമൊന്നുമല്ല. കാര്യം ഒരു സിനിമയിൽ പാടാൻ ഷാൻ ഇപ്പോൾ ഏറ്റവും റേഞ്ചുള്ള ഇന്നത്തെ താരമാണ് ഷാനാണ് ഈ കാലഘട്ടത്തിലെ സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഇത് ചില്ലറ കാര്യമൊന്നുമല്ല. ഷാൻ പോലെയുള്ള ഒരാളുടെ മുമ്പിൽ പാട്ടുപാടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ, പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടുകാരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മനീഷയുടെ വോയിസ് ഇപ്പോഴല്ല, മനീഷ ഔട്ടായത് കൊണ്ടല്ല, അതിന് മുമ്പേ തന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണത്. അതാണ് ഇപ്പോൾ നമ്മുടെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് മനീഷയെക്കുറിച്ച് അറിയാം. എന്ന് വെച്ചാൽ ഒരുപാട് പ്രയാസങ്ങളുള്ള ആളാണ് മനീഷയെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഈ നമ്മുടെ 14-ാം രാവിൽ വന്നപ്പോൾ മനീഷ പാട്ടുപാടിയിട്ടാണ് മനീഷയുടെ വീട് അങ്ങനെ പറയാം പുലരുന്നെന്ന് പറയാം. കാരണം എനിക്ക് അച്ഛന് സുഖമില്ല, അതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മനീഷയുടെ ജീവിതത്തിൽ ഇതൊരു എന്താ പറയുക, പാടിയേ തീരൂ. ഇനിയും പാടിയേ തീരൂ. അത് ഷാനിനെ പോലെയുള്ള ഒരാൾ ഒരു ഓഫറൊക്കെ തരിക, അങ്ങനെയൊക്കെ പാട്ടുകാരിയാവുക, അതിൻ്റെ വലിയൊരു ലോകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. വലിയൊരു കാര്യം. എല്ലാ രംഗത്തും മനീഷയ്ക്കൊരു നല്ല ഭാവി ഉണ്ടാവട്ടെ. മനീഷയെ പ്രതീക്ഷിച്ച് കഴിയുന്ന കുടുംബത്തിന് അതുവഴി വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു വഴി തന്നെ തുറക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സർ. സിദ്ദിഖ് സർ. അഫ്നാസ് പാട്ട് പാടിയത് മാറ്റി വെച്ചാൽ മനീഷ പാടിയ പാട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. കാരണം നല്ലൊരു ശബ്ദമായിരുന്നു, ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ ശബ്ദം. കാരണം മേലെ റേഞ്ചിലൊക്കെ പാടുമ്പോഴൊക്കെ, പക്ഷേ ആ സെക്കൻഡ് ചാൻസിൽ ആ വരികൾ തെറ്റിപ്പോയി എന്നതൊരൊറ്റ കാരണം മാത്രമേ ഇതിലുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് നിർഭാഗ്യം എന്ന് പറയാം. പക്ഷേ നിരാശരാവേണ്ട, കാരണം കൂടുതൽ പാടാനും ഇനിയും നന്നായി പാടാൻ കഴിയും. മാപ്പിളപ്പാട്ട് തനിക്ക് ചേർന്നതല്ലെന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറുമൊന്നും വേണ്ട. കാരണം ഈ പാട്ട് തന്നെ ഏറ്റവും വലിയൊരു തെളിവാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ നന്നായി പാടാനും ഭാവി ഭാസുരമാകാനും പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മനീഷക്കുട്ടി, ചേച്ചി. അപ്പം എല്ലാവരുടെ കമൻസും കേട്ടു. 14-ാം രാവിൻ്റെ ഈ ഷോന്ന് മോള് ഔട്ടാവുകയാണ്. ഒരുപാട് സങ്കടമുണ്ട് ഇത് പറയാനായിട്ട്. അപ്പം മോൾക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മോൾക്ക് എന്താ പറയാനുള്ളത്?
എനിക്ക് പറഞ്ഞല്ലോ എന്താ ഈ സ്റ്റേജിൽ വരാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇവിടുന്ന് പോയി എന്ന് വിചാരിച്ച് ഞാൻ അവരെ ഒഴിവാക്കൊന്നുമില്ല, എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ ഓർക്കസ്ട്ര ടീം എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു. പിന്നെ ജഡ്ജസ് എല്ലാവരും ഇഷ്ടമാണ്, മനു സാറ്, പിന്നെ എൻ്റെ പാരൻസ്, നാട്ടുകാർ, വീട്ടിൽ എല്ലാവരും ഒരുപാട് സപ്പോർട്ടായിരുന്നു. എന്തോ എനിക്ക് പാടാൻ കഴിയാത്തതിന് വിഷമമുണ്ട്, പിന്നെ പോണതിന് വിഷമമൊന്നുമില്ല, സന്തോഷമുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14-ാം രാവിൽ നമ്മുടെ 15 കണ്ടസ്റ്റൻസിൽ നിന്നും ഇന്ന് ഒരാൾ മനീഷ നമ്മോട് വിട വാങ്ങുകയാണ്. മനീഷയ്ക്ക് വേണ്ടി ഒരു സ്നേഹോപഹാരം നൽകാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മനീഷ, എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല, ഞാൻ തന്നെ കരുന്നുപോയി. ഇപ്പം നമ്മുടെ ഈ ജേണി ഇവിടെ അവസാനിച്ചിട്ടില്ല, ഇത് ജസ്റ്റ് ഒരു തുടക്കമാണ്. നമ്മുടെ ഫ്രണ്ട്സിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇതൊക്കെ എന്താ പറയാനുള്ളത്? സങ്കടമുണ്ട്, ഒന്നിച്ച് ഒരേ ഫ്രണ്ട്സിനെ പോലെ കഴിഞ്ഞിട്ട് പിരിയുമ്പോൾ മിസ് ചെയ്യും. ശരിക്കും മിസ് ചെയ്യും മനീഷ ചേച്ചിനെ. ശരിക്കും ഒരു ചേച്ചി തന്നെ ആയിരുന്നു എനിക്ക്. ശരിക്കും മിസ് ചെയ്യും. എല്ലാവരും പോകാനുള്ളതാണ്, എന്നാലും ശരിക്കും മനീഷ പോകുമെന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രാവശ്യം വന്നപ്പോൾ ശരിക്കും നന്നായിട്ട് പാടുമെന്ന് വിചാരിച്ചത്. പാടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരുപാട് മിസ് ചെയ്യും മനുഷ്യയെ. പിന്നെ മനുഷ്യ ഔട്ടാവുന്നു തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് എന്താ എക്സ്പ്രസ് ചെയ്യാൻ, എന്താ പറയണമെന്ന് അറിഞ്ഞൂടാ. മിസ് ചെയ്യും. സൽമാൻ, അപ്പം ഇന്നാണ് അല്ലേ? സന്തോഷമായില്ലേ ഇപ്പോൾ? സന്തോഷമുണ്ട്, പക്ഷെ മനീഷ പോയോണ്ട് സങ്കടമുണ്ട് അല്ലേ? അപ്പം എന്തായാലും പറഞ്ഞോ. സങ്കടമുണ്ട്. ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ് എല്ലാവരും കഴിഞ്ഞത്. സെറ്റിൽ വരാൻ തന്നെ ഞങ്ങൾക്ക് ഇവിടേക്ക് വരാനുള്ള മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം സന്തോഷമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഭയങ്കര എൻജോയ്മെൻറ്റ് അതാണ്. അപ്പം എന്തായാലും ഇനി ഡേഞ്ചർ സോണിലൊന്നും വരരുത്. ഇല്ല, വരാതെ നിൽക്കാൻ ശ്രമിക്കാം. മാക്സിമം ശ്രമിക്കണം, ശ്രമിച്ചേ പറ്റൂ. ഇനി 3rd സ്റ്റേജിലാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടാൻ പോണേ. അപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൽമാൻ, കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പം സേഫ് സോണിലാണ് നിൽക്കണേ, എന്താ പറയാനുള്ളത്? ആദ്യം പഠിച്ചവനോട് നന്ദി പറയുന്നു. ആദ്യം ഭയങ്കര ടെൻഷനാക്കി, പിന്നെ ഒരു സന്തോഷം നൽകുമ്പോൾ ആ സന്തോഷത്തിൻ്റെ എഫക്റ്റ് മുഖത്ത് വല്ലാതെ വന്നിട്ടില്ല. പ്രതീക്ഷിച്ചിരുന്നോ ഇന്നാവുന്നു? പ്രതീക്ഷ ഉണ്ടായിരുന്നു. 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡേഞ്ചർ സോണിലായിട്ട്. ആ സമയത്ത് എന്താ തോന്നിയിരുന്നത്? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നോ? അപ്പോൾ ഞാൻ തീർച്ചയായും ഔട്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. ഔട്ടാവുന്ന പ്രതീക്ഷ. നന്നായി പെർഫോം ചെയ്യണം, നന്നായി പ്രാക്ടീസ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14-ാം രാവിൻ്റെ 2nd ഷെഡ്യൂളിലെ എലിമിനേഷൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. മനീഷ ഔട്ടായി. ബാക്കി 14 കണ്ടസ്റ്റൻസുമായി മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14-ാം രാവിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എ ബിഗ് ബൈ ഫ്രം ദ എൻറ്റയർ ക്രൂ ഓഫ് 14-ാം രാവ്.